ഉച്ചയാകുമ്പോഴേക്കും ചെറിയ മഴയും തണുപ്പൊക്കെ അങ്ങോട്ട് തുടങ്ങും. അപ്പം ഞാൻ വിചാരിച്ചു വന്നാൽ ഇന്ന് ലഞ്ചിനായിട്ട് കുറച്ച് കഞ്ഞി അങ്ങോട്ട് റെഡിയാക്കി എടുക്കാൻ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ കഞ്ഞിപ്പൂതി എനിക്ക് കയറി വരുന്നതാണ് കേട്ടോ. കഞ്ഞിക്ക് കൂട്ടാനായിട്ട് ഇത് ഈ ഒരു വൻപയർ തോരൻ വെക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് ഉണക്കമീൻ ഉണ്ടായിരുന്നു, അതും കൂടി ഒന്ന് വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഉണക്കമീൻ്റെ ഉപ്പൊക്കെ പോയി കഴിഞ്ഞപ്പോഴേക്കും നേരെ ഒന്ന് നന്നാക്കി എടുത്ത് നമുക്കൊന്ന് മസാലയൊക്കെ തിരുമ്മി എടുക്കണം. അപ്പോഴേക്കും നമ്മുടെ വൻപയറൊക്കെ ഒന്ന് കുതിർന്ന് സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. നേരെ അത് കുക്കറിലേക്ക് ഇട്ട് കുറച്ച് വെള്ളം ഉപ്പൊക്കെ ചേർത്തിട്ട് അടുപ്പത്തേക്ക് അങ്ങോട്ട് വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. നന്നാക്കി എടുത്ത് ഉണക്കമീനിലേക്ക് കുറച്ച് മുളക് പൊടി, മഞ്ഞപ്പൊടി, കറിവേപ്പിലയും കൂടി ഇട്ട് അങ്ങോട്ട് തിരുമ്മി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഏതായാലും ഒരു ചമ്മന്തിയും കൂടെ അങ്ങനെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ പ്ലാൻ ചെയ്തത് ചെമ്മീൻ ചമ്മന്തി അരയ്ക്കാനായിരുന്നു. ഇനി ഒരു ഉണക്കമീൻ്റെ തല കണ്ടപ്പോഴേക്കും ഞാൻ ആ പ്ലാനിങ് അങ്ങോട്ട് മാറ്റി. അങ്ങനെ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ചൂടാക്കി എടുത്ത വറ്റൽമുളകും ചുവന്നുള്ളിയും പുളിയും തേങ്ങയും നമ്മൾ പൊരിച്ചെടുത്ത ഉണക്കമീനും കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് അരച്ചെടുത്തപ്പോഴേക്കും നമ്മുടെ ചമ്മന്തി അങ്ങോട്ട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ വെന്ത് വന്ന ആ ഒരു വൻപയറും കൂടെ നമ്മൾ അങ്ങോട്ട് താളിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ കഞ്ഞിയും നല്ലപോലെ തന്നെ വെന്ത് ഒന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു ചട്ടിയിലേക്ക് കുറച്ച് അധികം കഞ്ഞി അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സൈഡിലേക്കായിട്ട് നമ്മുടെ ഉണക്കമീൻ ചമ്മന്തിയും വൻപയർ തോരനും ഒരു 2 പീസ് ഉണക്കമീനും ഒരു പപ്പടവും വറ്റൽമുളകും